സ്നിക്കേഴ്സ് ചോക്ലേറ്റ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ആണ്. അതിൻ്റെ കൂടെ ഒരു ബ്രൗണി എന്നുള്ളത് ഒരു സൂപ്പർ കോമ്പിനേഷനാണ്. നമുക്ക് ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫഡ്ജി സ്നിക്കേഴ്സ് ബ്രൗണി ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു കേക്ക് ഫ്ലിക്സ്. ആദ്യം തന്നെ നമ്മളൊരു 7 ഇഞ്ച് പാൻ ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളിലും സൈഡിലും നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ പകുതിയോളം വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കോമ്പൗണ്ട് 200 ഗ്രാംസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ടാണ് എടുക്കുന്നത്. ഒരു ബൗള് നമ്മളുടെ വെള്ളത്തിൻ്റെ മേലോട്ട് വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് വഴി നമ്മൾ കോമ്പൗണ്ടിനെ ആദ്യം മെൽറ്റ് ചെയ്യുക. അതിലോട്ട് 100 ഗ്രാംസ് ബട്ടർ ഇട്ട് കൊടുക്കുക. സ്പാച്ചുല വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി മെൽറ്റായ ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുക. അടുത്തതായിട്ട് നമ്മളൊരു ബൗളിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. 220 ഗ്രാംസ് ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലോട്ട് തന്നെ ബ്രൗൺ ഷുഗർ ഒരു 70 ഗ്രാംസ് ഇട്ട് കൊടുക്കുക. എഗ്സ് ഞാൻ 3 എണ്ണമാണ് ഇവിടെ ചേർക്കുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോമ്പൗണ്ട് മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അതിലോട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഫ്ലോറ് 85 ഗ്രാംസ്, കൊക്കോ പൗഡർ 20 ഗ്രാംസ് ചേർത്ത് നന്നായിട്ട് അരിച്ചു കൊടുക്കുകയാണ്. സ്പാച്ചുല വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡി ആയേക്കാണ്. അപ്പോൾ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. $180°C 30 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാൻ പോണത്. ഈ നേരം നമുക്ക് ജസ്റ്റ് ഒന്ന് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ 1 കപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട്. കാരമലായതിന് ശേഷം ബട്ടർ ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഫ്രഷ് ക്രീം ഒരു 100 ഗ്രാംസ് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് സ്പാച്ചുല വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് വേറൊരു ബൗളിലോട്ട് ഇട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗനാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കോമ്പൗണ്ട് 150 ഗ്രാംസ് എടുക്കുന്നുണ്ട്. ഇത് ഡബിൾ ബോയിലിംഗ് പ്രോസസ്സ് വഴി ഞാൻ വീണ്ടും മെൽറ്റ് ചെയ്യാണ്. കോമ്പൗണ്ട് നന്നായിട്ട് ഇളക്കി മെൽറ്റാക്കുക. അതിലോട്ട് ഞാനൊരു 75 ഗ്രാംസ് ഫ്രഷ് ക്രീം ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. നന്നായിട്ട് മെൽറ്റായ ശേഷം അതും നമുക്ക് വേറൊരു ബൗളിലോട്ട് ഒഴിച്ച് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഞാൻ പീനട്ട് ബട്ടർ മിക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് പീനട്ട് ബട്ടർ ഞാനൊരു 200 ഗ്രാംസ് എടുക്കുന്നുണ്ട്. അതിലോട്ട് ഐസിങ് ഷുഗർ ഒരു 75 ഗ്രാംസ് ഞാൻ ചേർത്തിട്ട് വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ക്രീം പരുവത്തിലാക്കിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു ഗ്ലാസ് എടുക്കാം. അതിലോട്ട് ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മളുടെ പീനട്ട് ബട്ടർ മിക്സ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബ്രൗണി ഇവിടെ റെഡി ആയേക്കാണ്. അപ്പോൾ നമുക്ക് സ്നിക്കേഴ്സ് ബ്രൗണി എങ്ങനെയാണ് അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പീനട്ട് ബട്ടർ മിക്സ് പൈപ്പിംഗ് ബാഗിലുള്ളത് ബ്രൗണിയുടെ മേലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് എല്ലായിടത്തും അതിനെ സ്പ്രെഡ് ചെയ്ത് ഒരു ലെയറാക്കി കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ബട്ടർ സ്കോച്ച് സോസ് നെക്സ്റ്റ് ലെയറായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് റോസ്റ്റഡ് പീനട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ഏകദേശം 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലോട്ട് ലാസ്റ്റ് ലെയർ നമ്മളുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് അതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിനെ ഒരു 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ സ്നിക്കേഴ്സ് ബ്രൗണി ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതിനെ മോൾഡിൽ നിന്ന് പുറത്തോട്ട് എടുത്തിട്ട് നമ്മൾ സൈഡിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഒരു കേക്ക് നൈഫ് വെച്ചിട്ട് അതിനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ സ്നിക്കേഴ്സ് ബ്രൗണി റെസിപ്പി എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ റെസിപ്പി കണ്ട പോലെ തന്നെ നമ്മൾ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾക്ക് പോസ്റ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് വരാം. Until then, take care. Bye bye.